Dear students, today we are going to study a new atom model called vector atom model. And before starting what is vector atom model, let us study the drawbacks of Bohr-Sommerfeld atom model. കഴിഞ്ഞ ക്ലാസ്സിൽ ബോർ ആറ്റം മോഡൽ പഠിച്ചു. ബോർ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻസും പഠിച്ചു. ബോർ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ടാണ് സോമർഫീൽഡ് ആറ്റം മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സോമർഫീൽഡ് ആറ്റം മോഡലിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബോർ ആറ്റം മോഡലിൽ ഒരു സർക്കുലർ പാത്ത് ആണ് ഒരു ഇലക്ട്രോൺ ഫോളോ ചെയ്തതെങ്കിൽ സോമർഫീൽഡിന്റെ ആറ്റം മോഡലിൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പാത്ത് എലിപ്റ്റിക്കൽ പാത്താണ്. അതായത് ഒരു സർക്കുലർ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതേസമയം ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി ഡിഫറെന്റ് പോയിന്റ്സിൽ ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. അതായത് ഒരു ന്യൂക്ലിയസിന് വളരെ അടുത്ത പോയിന്റിലാണെങ്കിൽ വെലോസിറ്റി മാക്സിമവും ന്യൂക്ലിയസിന് വളരെ അകലെയുള്ള ഒരു പൊസിഷനിലൂടെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ വെലോസിറ്റി മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സോമർഫീൽഡിന്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡിഫറെന്റ് പോയിന്റ്സിൽ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എന്നത് ഒരു 1/137 ടൈംസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അതായത് വെലോസിറ്റി v is equal to 1/137 into c ആണ്. അത് ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈ വെലോസിറ്റിയിൽ ഒരു ഇലക്ട്രോൺ ഒരു എലിപ്റ്റിക്കൽ പാത്ത് ഫോളോ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന്റെ മാസിൽ വേരിയേഷൻ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് whenever there is a variation in the velocity, there is a variation in the mass takes place, and this variation of mass with velocity can be considered as the relativistic effect. അതുകൊണ്ട് സോമർഫീൽഡിന്റെ ആറ്റം മോഡലിനെ റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ എന്നാണ് പറയുന്നത്. because in Sommerfeld atom model we are considering the variation of the mass with velocity. ഈ സോമർഫീൽഡിന്റെ ആറ്റം മോഡൽ മെയിൻ ആയിട്ടും സ്പെക്ട്രൽ ലൈൻസിന്റെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്കിലും ഈ ആറ്റം മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ബോറിന്റെ ആറ്റം മോഡലിലെ ലിമിറ്റേഷൻസ് തന്നെ സോമർഫീൽഡിന്റെ ആറ്റം മോഡലിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബോറിന്റെ ആറ്റം മോഡലിലെ ഡ്രോബാക്ക് തന്നെയാണ്. അതായത് ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ ഒരു 1 ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിന്റെ കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് ഒരു 1 ഇലക്ട്രോൺ ഉള്ള ആറ്റം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ മാത്രമേ ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒന്നിലധികം ഇലക്ട്രോൺസ് ഉള്ള ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ ഫെയിൽ ആകുന്നു. അതാണ് ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് it is applicable only in the case of 1 electron atoms such as hydrogen, singly ionized helium. It failed to explain the spectra of complex atoms, or this Bohr-Sommerfeld atom failed to explain the spectra of atoms having more than 1 electron. ഒന്നിലധികം ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിന്റെ കേസിൽ ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ ഫെയിൽ ആകുന്നു. Then second ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചു. അതിനകത്ത് ഡിഫറെന്റ് സ്പെക്ട്രൽ സീരീസ് പഠിച്ചു. ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാസ്റ്റൺ സീരീസ്, ഫൺ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്. ഈ ഓരോ സീരീസും എറേസ് ചെയ്യുന്നത് ഡിഫറെന്റ് എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഡിഫറെന്റ് എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെക്ട്രൽ ലൈൻസ് ഒരു ആറ്റത്തിലെ ഒരു മെയിൻ സ്പെക്ട്രൽ ലൈന് രണ്ടോ അതിലധികമോ കമ്പണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനാണ് ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ കമ്പണന്റ്സിന്റെയും വേവ് ലെങ്ത് നോക്കിയാൽ അത് വേരിയബിൾ വേവ് ലെങ്ത് ആയിരിക്കും, സ്ലൈറ്റ്ലി വേരിയിങ് വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സ്പെക്ട്രൽ ലൈൻസിന്റെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിലെ തന്നെ എച്ച് ആൽഫ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. എച്ച് ആൽഫ ലൈൻ ഉണ്ടാകുന്നത് n=3 നിന്ന് 2 ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. ഈ എച്ച് ആൽഫ ലൈനിന്റെ കേസിൽ പോലും അവിടുത്തെ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്
ബോർ-സോമർഫെൽഡ് ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. അതാണ് സെക്കൻഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഡ്രോബാക്ക്, സോമർഫെൽഡിന്റെ മോഡിഫിക്കേഷൻ അല്ലെ സോമർഫെൽഡിന്റെ ആറ്റം മോഡൽ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ഇറ്റ് കുഡ് നോട്ട് പ്രെഡിക്റ്റ് ദ കറക്റ്റ് നമ്പർ ഓഫ് ഒബ്സർവ്ഡ് ഫൈൻ സ്ട്രക്ചർ സ്പെക്ട്രൽ ലൈൻസ്. കറക്റ്റ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സോമർഫെൽഡ് ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. Then next, it could not explain the distribution and arrangement of electrons in atom. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ-സോമർഫെൽഡ് ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് both model fail to explain the intensities of spectral lines. That is, ഒരു ആറ്റത്തിന്റെ സ്പെക്ട്രൽ ലൈൻസ് നോക്കിയാൽ സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. ഡിഫറെന്റ് എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസ് നോക്കിയാൽ ആ സ്പെക്ട്രൽ ലൈൻസിൽ ചില ലൈൻസിന് ഇന്റൻസിറ്റി കൂടുതലും ചിലതിന് ഇന്റൻസിറ്റി കുറവുമാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഈ ബോർ-സോമർഫെൽഡ് ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Next, Bohr-Sommerfeld atom models, it failed to explain the effect of magnetic field on spectral lines such as Zeeman effect and the effect of electric field on the spectral lines, that is Stark effect. Zeeman effect, Stark effect എന്നീ ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ ആറ്റം മോഡലിന് രണ്ട് ആറ്റം മോഡലിന് ബോർ-സോമർഫെൽഡ് ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു Zeeman effect എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് Zeeman effect എന്ന് പറയുന്നത്. ഹിയർ യു ക്യാൻ സീ എ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദ Zeeman effect. അതായത് ഇവിടെ ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുക. അതായത് 2p ലെവൽ 1s ലെവലിൽ നിന്ന് 2p ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ഈ ട്രാൻസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്പെക്ട്രൽ ലൈൻ ആണ്. അതായത് ഇവിടുത്തെ എനർജി ലെവൽ നോക്കിയാൽ 1s നിന്ന് 2p ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈൻസ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാം. ദാറ്റ് ഈസ് എ സിംഗിൾ സ്പെക്ട്രൽ ലൈൻസ് റെപ്രസെന്റിംഗ് ദ ട്രാൻസിഷൻ ഫ്രം ദ 1s ടു 2p സ്റ്റേറ്റ്. ദെൻ ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിലുള്ളതാണ്. ഇനി ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 2p എന്ന് പറയുന്ന എനർജി ലെവൽ 3 ഡിഫറെന്റ് എനർജി ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ ഈ ട്രാൻസിഷൻ നടക്കുന്നത് 1s നിന്ന് ഈ 3 സെപ്പറേറ്റ് എനർജി ലെവലിലേക്കാണ്. അതിന് കറസ്പോണ്ടിങ് സ്പെക്ട്രം നോക്കിയാൽ വി ഗെറ്റ് 3 ഡിഫറെന്റ് സ്പെക്ട്രൽ ലൈൻസ്. ദാറ്റ് ഈസ് ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ 3 ഡിഫറെന്റ് സ്പെക്ട്രൽ ലൈൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് എ Zeeman effect. Zeeman effect means it is the splitting of spectral lines into 2 or more components under the influence of an external magnetic field. It is called Zeeman effect. Similarly, if we apply an electric field, then the spectral lines will be splitted. That is called Stark effect. And both the Zeeman effect and Stark effect cannot explained on the basis of Bohr-Sommerfeld atom model. Then the next atom model is the vector atom model. To overcome the drawback of Bohr-Sommerfeld atom model, a new atom model known as vector atom model was proposed by Uhlenbeck and Goudsmit in 1925. 1925 vector atom model propose ചെയ്യുന്നത്. Then the two main concepts of the vector atom model are the concept of spatial quantization and the concept of spinning of electron. These are the two main concept of vector atom model. So let us study what is the concept of spatial quantization. The spatial quantization എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് അനുസരിച്ചിട്ട് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നെങ്കിൽ ആ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റിപ്രസെന്റഡ് ആസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഈ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹിയർ ദ സൈസ് ആൻഡ് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ്. ഇതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഓർബിറ്റിന്റെ സൈസും അതുപോലെ തന്നെ അതിന്റെ ഷേപ്പും ക്വാണ്ടൈസ്ഡ് ആണ്.
Then spatial quantization പറയുന്നത് ഈ സൈസും ഷേപ്പും കൂടാതെ ആ ഓർബിറ്റിന്റെ ഓറിയന്റേഷൻ or direction. Orientation in space is also quantized. That is called spatial quantization. അതായത് Bohr-Sommerfeld തിയറി അനുസരിച്ചിട്ട് ഒരു ഓർബിറ്റിന്റെ സൈസും ഷേപ്പും ക്വാണ്ടൈസ്ഡ് ആണ്. അതേസമയം ഒരു ഓർബിറ്റിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഓറിയന്റ് ചെയ്യാം. That is, an orbit can orient in any directions. There is no restriction in the orientation of the orbits. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഒരു ഓർബിറ്റിന് ഓറിയന്റ് ചെയ്യാം ബോർ-സോമർഫീൽഡ് തിയറി അനുസരിച്ച്. അതേസമയം വെക്ടർ ആറ്റം മോഡലിലെ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ അനുസരിച്ച് ഒരു ഓർബിറ്റിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല. പകരം അതിന് ചില പെർട്ടിക്കുലർ ഡയറക്ഷൻസ് ഉണ്ട്. ആ ഡയറക്ഷനിൽ മാത്രമേ അതിന് ഓറിയന്റേഷൻ പോസിബിൾ ആവൂ. അതിനെയാണ് spatial quantization എന്ന് പറയുന്നത്. That is, the orientation of orbits in space is quantized. Orientation of orbits in space is quantized, or the direction it is quantized, and it is called spatial quantization. That is, spatial quantization അനുസരിച്ച് ഒരു ഓർബിറ്റിന്റെ സൈസ്, ഷേപ്പ്, അതിന്റെ ഓറിയന്റേഷൻ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. Then ഇവിടെ ഒരു സിമ്പിൾ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷന്റെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഓർബിറ്റിന്റെ ഓറിയന്റേഷൻ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഒരു ഓർബിറ്റിന്റെ സ്പേസിലെ ഓറിയന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു സം അതർ ആക്സിസ് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈ ആക്സിസ് എന്ന് പറയുന്നത്, അല്ല ഈ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. Suppose here this is the direction of an external magnetic field. ഇതാണ് ഒരു external magnetic fieldന്റെ ഡയറക്ഷൻ എങ്കിൽ ഇവിടെ രണ്ട് ഓർബിറ്റ് ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഒരു ഓർബിറ്റ് ബ്ലൂ കളറിലും ഒന്ന് ഒരു യെല്ലോ കളറിലുമാണ്. ഈ ബ്ലൂ കളറിലുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഇതിൽ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുവാണ്. This is an electron which is revolving round the elliptical orbit. Then ഈ ഓർബിറ്റിന് ഈ ഒരു ബ്ലൂ കളർ ആക്സിസ് കൺസിഡർ ചെയ്യുക. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അസ്യൂം ചെയ്യുക, ബ്ലൂ കളർ, അതിന്റെ പ്ലെയിൻ അസ്യൂം ചെയ്യുക. അതായത് ഈ ഓർബിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിൻ അസ്യൂം ചെയ്യുക. ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ പ്ലെയിൻ നോർമൽ അതാണ് ഈ ബ്ലൂ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലെയിൻ നോർമൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആക്സിസ് ആണ്. ദിസ് ആക്സിസ് ക്യാൻ ബി assigned with respect to this axis, that is the direction of the magnetic field axis. This is the reference axis. That is, ഇവിടെ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് ഈ ഓർബിറ്റിനെ ഓറിയന്റ് ചെയ്യുക. Then ഇനി അടുത്ത ഒരു ഓർബിറ്റ് അസ്യൂം ചെയ്യുക. This is another orbit. There is another plane normal, and with respect to that plane normal the orbit can orient. അപ്പോൾ ഈ രണ്ട് ഓർബിറ്റ് ഇവിടെ ഈ രണ്ട് ആക്സിസ് ആണ് ഇവിടെ പോസിബിൾ ആകുന്നത്. അതായത് ഇവിടെ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് ഇതിനെ ഓർബിറ്റ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഒന്നിലധികം ഏത് ആക്സിസിനെ ബേസ് ചെയ്തും ഇങ്ങനെ ഇവിടെ ഇതിന് ഓർബിറ്റിന് ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് ആക്സിസ് ചൂസ് ചെയ്തുകൊണ്ടും ഇതിന് ഓർബിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ പറയുന്നത്. അതായത് the orientation of the orbit in space is quantized. The orbit can orient in certain preferred directions, and not the orbit can orient in all directions. That is spatial quantization. Then ഇവിടെ ഈ spatial quantization പറയുമ്പോൾ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഒരു ലാമർ പ്രിസിഷൻ എന്ന് പറയുന്നത്. ലാമർ പ്രിസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ സെക്കൻഡ് ഫിഗർ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഇലക്ട്രോൺ ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ ഓർബിറ്റ് ചെയ്യുകയാണ്. This is the orbit in which the electron is orbiting. ഇവിടെ ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുമ്പോൾ we have to consider a quantity called the angular momentum. The angular momentum is represented by the vector L. Then ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ഓർബിറ്റ് ചെയ്യുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ആംഗുലാർ മൊമെന്റം വെക്ടർ. ഇനി ഈ ഒരു ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ വെക്കുമ്പോൾ ദിസ് ആംഗുലാർ മൊമെന്റം വെക്ടർ ഇറ്റ് ജസ്റ്റ് പ്രിസസ് about this axis and it is called ലാമർ precision. That is, ഒരു ആറ്റം ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അതിന്റെ ആംഗുലാർ മൊമെന്റം വെക്ടർ അതിന്റെ ഫീൽഡ് ഡയറക്ഷന് എബൌട്ട് ആയിട്ട് പ്രിസൈസ് ചെയ്യുന്നു. ഇതിനെയാണ് ലാമർ precision എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ
field direction ഈ direction ആണ്. This is the direction of the field. ഈ field direction ലുള്ള angular momentum component നോക്കിയാൽ, if we consider the component of L vector along the field direction or the projection of the L vector along the field direction, this can be represented as, this is the projection. This is the projection of the L vector around the field direction. That is, it can be represented as, this is the projection. That is, this is the component vector, and this can be represented as LZ. LZ means it is the projection of this L vector along the field direction, and both L and LZ are quantized. L ഉം LZ ഉം quantized ആണ്. That is, it can have only certain preferred directions and not all the directions is possible. അതാണ് spatial quantization എന്ന് പറയുന്നത്. അപ്പോൾ that is, the spatial quantization means the quantization of orientation of atoms in space. It is called spatial quantization. That is, ഒരു ഓർബിറ്റിന് എല്ലാ ഡയറക്ഷനിലും ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ചില പ്രിഫേർഡ് ഡയറക്ഷൻസ് ഉണ്ട്. ആ ഡയറക്ഷനിൽ മാത്രമേ അതിന് ഓറിയന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു ഓർബിറ്റിന് സൈസും ഷേപ്പും ഓറിയന്റേഷനും ക്വാണ്ടൈസ്ഡ് ആണ്. That means its magnitude, size and shape means magnitude is quantized, and orientation means direction is quantized. That is, both magnitude and direction of orbits are quantized. It means orbits are vector quantities. That is spatial quantization. The spatial quantization can be explained as, according to Bohr-Sommerfeld theory, the shape and size of orbits are quantized, and the orbits could point in any direction. But according to quantum theory, the direction or the orientation of the orbits in space should also be quantized. That is, the axis of the orbit may point only in certain preferred directions. Thus, both magnitude and direction of the orbits are quantized. To specify the orientation of the electron orbit in space, a fixed reference axis is needed. This reference line is chosen as the direction of the external magnetic field that is applied to the atom. And the different permitted orientation of an electron orbit are determined by the fact that the projection of the quantized orbits on the field direction must themselves be quantized. That is, LZ is the projection. LZ should be quantized in addition to L. The idea of spatial quantization leads to the explanation of Zeeman effect. Next is the spinning of electron. Spinning of electron എന്ന് പറഞ്ഞാൽ സണ്ണിന് ചുറ്റുമുള്ള എർത്തിന്റെ മോഷൻ അസ്യൂം ചെയ്യുക. അതായത് എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, അതേസമയം തന്നെ എർത്ത് അതിന്റെ ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നു. അതായത് എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യാനായി ഏകദേശം 365 ഡേയ്സ് എടുക്കുന്നു. അതേസമയം എർത്ത് അതിന്റെ ആക്സിസിൽ ഏകദേശം 24 hours എടുത്ത് റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ആണ്, അല്ലെ റെവല്യൂഷൻ ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ അസ്യൂം ചെയ്യാം. അതായത് ഒരു ഇലക്ട്രോൺ ഒരേ സമയം തന്നെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിനോടൊപ്പം അത് അതിന്റെ ആക്സിസിൽ അത് സ്പിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ്, ഒരേ സമയം ഓർബിറ്റ് ചെയ്യുന്നതിനോടൊപ്പം, അതായത് പോസിറ്റീവ് ചാർജിലുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് അതിന്റെ ആക്സിസിൽ അത് സ്പിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്പിൻ മോഷനും ഉണ്ട്. ദാറ്റ് ഈസ് ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും ഒരു ഇലക്ട്രോണിനുണ്ട്. അപ്പോൾ ഈ സ്പിന്നിങ് നോക്കിയാൽ, ദി സ്പിന്നിങ് ആർ ഓഫ് 2 types. ഒന്ന് ക്ലോക്ക് വേസിൽ സ്പിൻ ചെയ്യാം, ഒന്ന് ആന്റി ക്ലോക്ക് വേസിൽ സ്പിൻ ചെയ്യാം. ദെൻ ഈ ഓർബിറ്റൽ മോഷൻ എന്ന് പറയുമ്പോൾ it gives rise to an angular momentum, and that angular momentum is called orbital angular momentum. ഈ സ്പിൻ മോഷൻ എന്ന് പറയുമ്പോൾ it will gives rise to a spin angular momentum. അതായത് ബോറിന്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഓർബിറ്റൽ മോഷൻ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. അതുപോലെ തന്നെ സ്പിൻ ആംഗുലാർ മൊമെന്റവും ക്വാണ്ടൈസ്ഡ് ആണ്. ദാറ്റ് ഈസ്, ഒരു ആറ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്നത് അതിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെയും സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെയും സമ്മായിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഓർബിറ്റൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഓർബിറ്റൽ മോഷൻ ക്വാണ്ടൈസ്ഡ് ആണ്, അതുപോലെ തന്നെ സ്പിൻ മോഷനും ക്വാണ്ടൈസ്ഡ് ആണ്. അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്, അതുപോലെ തന്നെ സ്പിൻ ആംഗുലാർ മൊമെന്റവും ക്വാണ്ടൈസ്ഡ് ആണ്.
ഇവിടെ സ്പിൻ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിനെ അനലോഗസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് the electron orbiting the nucleus also spins about its own axis. So the electron is endowed with a spin motion over and above the orbital motion. The angular momentum of the atom will be due to the orbital motion and spin motion of the electron. According to the quantum theory, like orbital motion, the spin motion is also quantized. Hence, a new quantum number called spin quantum number is introduced. Since the orbital and spin motions are both quantized in magnitude and direction, according to the idea of spatial quantization, they are considered as quantized vectors. Hence, the atom model based on these quantized vectors is called the vector atom model, to which the vector laws apply. Thus, the spatial quantization and spinning of electron are the two main concepts of the vector atom model. Next is the orbital angular momentum. Bohr atom model അനുസരിച്ചിട്ട് ഒരു ആറ്റം ഒരു ഓർബിറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. That is, that angular momentum can be represented as nh divided by 2pi, where n is an integer, and according to the Sommerfeld theory, the angular momentum is also represented by kh divided by 2pi, where k is called the azimuthal quantum number. ഈ വെക്ടർ ആറ്റം മോഡലിൽ ഈ k azimuthal quantum നമ്പറിനെ l എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, l. Therefore, the orbital angular momentum can be represented by LH divided by 2pi, where L can have values 0, 1, 2, 3, etc. And this L is called the orbital quantum number. That is, the orbital angular momentum is a vector quantity. The value of the orbital quantum number L can take any values between 0 and n minus 1, where n is the principal quantum number. That is, for a given value of n, that is n equal to 1, then L can have values from 0 to n minus 1. Therefore, L can have value 0. And for n is equal to 2, L can have values from 0 to n minus 1, that is 0 and 1. Thus, depending on the value of the n, L can have different values. And next is the electron spin angular momentum. And due to the spinning of the electron, its spin angular momentum is given by P is S equal to SH divided by 2pi, where S is the spin quantum number. And spinning is S is equal to plus or minus half, because the electron can spin either in the clockwise direction or in the anti-clockwise direction. But the electron is a spin half particles. Hence, the spin will be either plus half or minus half. Next is the total angular momentum of the electron. An electron has orbital angular momentum PL and spin angular momentum PS. Therefore, the total angular momentum of a single electron is the vector sum of the orbital and spin angular momentum of the single electron. That is, the total angular momentum is given by Pj is equal to Jh by 2pi, where J is called the total angular momentum quantum number. And the value of J are J is equal to L plus S and J is equal to L minus S. That is, depending on the value of the S, because S will be plus half or S will be minus half. Depends on the spinning is where it is clockwise or anti-clockwise. The value of J changes. These are the main concept of vector atom model.